ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഒരു കിടിലൻ കഥയാണ് മച്ചന്മാരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അടിപൊളി ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ട്വിസ്റ്റ്. മുഖത്ത് എല്ലെല്ലാം തള്ളി നിൽക്കുന്ന രീതിയിലുള്ള മുഖം മൂടിയിട്ട ഒരു സീരിയൽ കില്ലർ സൈക്കോപാത്ത്. വെറും കുറഞ്ഞ കാലയളവിൽ ഇയാൾ കൊന്നുകൂട്ടിയത് 41 ആൾക്കാരെയാണ്. അങ്ങനെ ഒരു ദിവസം ഇയാൾ കൊലപാതകം കഴിഞ്ഞ് പെട്ടെന്നൊരു കാട്ടിലൂടെ ഓടി രക്ഷപ്പെടുകയാണ്. അയാളുടെ പിന്നാലെ തന്നെ വന്ന 2 പോലീസുകാർ അവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട്. പിന്നീട് ആ ഹോട്ടൽ പൂർണ്ണമായിട്ടും പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ ഹോട്ടലിന്റെ ഉള്ളിൽ ഇരിക്കുന്ന 10ഓളം ആൾക്കാർ, കസ്റ്റമേഴ്സ് ഉണ്ട്, അതിന്റെ ഓണർ ഉണ്ട്, അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതിലേതോ ഒരാളാണ് ആ കില്ലർ എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. പിന്നീട് ഓരോ നിമിഷവും ആ കില്ലറെ കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് അവിടെ നടന്നത്. അപ്പൊ നമുക്ക് നേരെ ആ ഹോട്ടലിലേക്ക് പോവല്ലേ. അവസാനം ഒരു ട്വിസ്റ്റ് വന്നു എന്ന് വിചാരിക്കുന്ന സമയത്ത് അതും കഴിഞ്ഞ് വേറൊന്നുകൂടെ വരും. അതാണ് കഥയുടെ ഹൈലൈറ്റ്. ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കണല്ലോ. അങ്ങനെ ആവുമ്പോഴല്ലേ ട്വിസ്റ്റ് അടിപൊളിയാകുക. എന്തായാലും നമുക്ക് നേരെ കഥയിലേക്ക് പോകാം, കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സിനിമയുടെ ആരംഭത്തിൽ അർദ്ധരാത്രിയിൽ ഒരു കാട് കാണിക്കാൻ. നല്ല ഭംഗിയുള്ള ഒരു കാടായതുകൊണ്ട് തന്നെ വർഷാവസാനം എല്ലാവരും ചെറിയ ചെറിയ ക്യാമ്പുകൾ ഉണ്ടാക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെ വരുന്നവർക്കായിട്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ഇവിടെ ഒരുപാടധികം വോളണ്ടിയേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരാളാണ് ജെസ്സി. ജെസ്സി വർക്ക് ചെയ്യുന്ന ഈ ഒരു ക്യാമ്പിംഗ് സൈറ്റിന്റെ പേര് മേരി ഗോൾഡ് എന്നാണ്. അപ്പൊ ഈ രാത്രിയിൽ തന്നെ അവൾ ഇങ്ങോട്ടേക്ക് വരാൻ കാരണം അർജന്റ് ആയിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന മറ്റൊരു വോളണ്ടിയർ, ഒരു സ്റ്റാഫ് അവളെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ നേരെ അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇപ്പൊ ജെസ്സി സങ്കടത്തിൽ പറയാണ്, വല്ലാത്തൊരു കഷ്ടം തന്നെയാട്ടോ, ഞാൻ നാളെ പോവാൻ നിൽക്കാണ്, എന്റെ ഇവിടുത്തെ ജോലി കഴിഞ്ഞു, പിന്നെ എന്തിനാ ഈ രാത്രി എന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചേ? അപ്പൊ അവൻ പറയാണ്, എടോ ഞാൻ പറയുന്നൊന്നും അങ്ങോട്ട് കേക്ക്, സംഗതി കുറച്ച് സീരിയസ് ആയതുകൊണ്ടാണ് നിന്നോട് വരാൻ പറഞ്ഞത്. ആകെ പേടിച്ചു പോയി ജെസ്സി ചോദിക്കണം, അല്ല എന്താ പ്രശ്നം? അത് പിന്നെ നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റിന്റെ ഭാഗത്തായിട്ട് ഒരു ഡെഡ് ബോഡി കിടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കിയാലോ? അവിടെ ശവമൊന്നും ഇല്ലെങ്കിലോ ഓക്കെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒരു ശവം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോലീസുകാരെ വിവരം അറിയിക്കുക. അതോടെ നിന്റെ പണിയും എന്റെ പണിയും കഴിഞ്ഞു, നിനക്ക് വിട്ടു പോവാം. ഓക്കെ, എന്തായാലും നോക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ജെസ്സി അയാളുടെ കൂടെ പോവുകയാണ്. പോകുന്ന സമയത്തെല്ലാം ജെസ്സിയുടെ ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ അവളുടെ കൂട്ടുകാരി ഒരു സീരിയൽ കില്ലറെ കുറിച്ച് പറഞ്ഞ് അവളെ വല്ലാണ്ട് പേടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ബോൺ ഫേസ്, ഒരുമാതിരി എല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയ മുഖം മൂടിയിട്ട് നടക്കുന്ന ഒരു സീരിയൽ കില്ലർ. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വരുമ്പോ തന്നെ ഉള്ളിൽ നല്ലൊരു പേടിയുണ്ട്. എന്ന് അവിടെ വന്ന് നോക്കിയപ്പോഴോ ഡെഡ് ബോഡിയും ഇല്ല, ഒന്നുമില്ല. എന്നാൽ ഇത്രയും നേരം നല്ല രീതിയിൽ സംസാരിച്ച ആ ആളുണ്ടല്ലോ, അയാൾ പറയാണ്, എനിക്കിനി വേറൊരു ഓപ്ഷനും ഇല്ല, എന്റെ കൂടെ മര്യാദക്ക് ഇതാ അതിന്റെ ഉള്ളിലേക്ക് വന്നു, ആ ഗോഡൌണിന്റെ ഉള്ളിലേക്ക് വന്നു എന്ന് പറയാണ്. ജെസ്സി ആകെ പേടിച്ചു പോവാണ്. പിന്നീട് അവളുടെ കയ്യും പിടിച്ചുകൊണ്ട് ഇയാൾ നേരെ അതിനുള്ളിലേക്ക് പോകുന്നുണ്ട്. അവളുടെ പണി തീർന്നു എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ലൈറ്റ് എല്ലാം ഓൺ ആകുവാണ്. എല്ലാവരും കേക്ക് ഇതൊക്കെ ആയിട്ട് അവിടെ നിൽക്കുകയാണ്. ഇത് അവരുടെ ഒരു പ്രാങ്ക് ആയിരുന്നു കേട്ടോ. എന്തായാലും ജെസ്സി ഇവിടുന്ന് പോവല്ലേ, അതുകൊണ്ട് അവൾക്കൊരു പാർട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്തത്. എന്തായാലും ജെസ്സി ആകെ പേടിച്ചു പോയി. എന്തായാലും പാർട്ടി എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരും അവിടെ തന്നെ കിടക്കാന്ന് തീരുമാനിക്കുകയാണ്. നാളെ രാവിലെ ഇവിടുന്ന് എഴുന്നേറ്റ് പോവാം. അപ്പൊ ജെസ്സി അവളുടെ കൂട്ടുകാരിയോട് ചോദിക്കുന്നുണ്ട്, അപ്പോ ഈ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ ബോൺ ഫേസിനെ കുറിച്ച് നീ എന്നോട് കുറെ കഥകളൊക്കെ പറഞ്ഞ്? അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പൊ അവളുടെ കൂട്ടുകാരി പറയാണ്, ബാക്കിയെല്ലാം ഓക്കെ, പക്ഷേ ബോൺ ഫേസിനെ കുറിച്ച് പറഞ്ഞ കാര്യം അതെല്ലാം സത്യമാണെന്ന് പറയണം. അപ്പൊ തന്നെ ജെസ്സിയുടെ ഉള്ളിൽ ചെറിയൊരു പേടി കുടുങ്ങി കേട്ടോ. കുറെ സമയം കഴിഞ്ഞു, അർദ്ധരാത്രിയായി. ആ നേരം ഈ പറഞ്ഞ ബോൺ ഫേസ് വല്ലാത്ത രീതിയിൽ ഒരു വസ്ത്രം എല്ലാം ധരിച്ച്, കോട്ടൊക്കെ ധരിച്ച്, ആ മുഖം മൂടിയിട്ട് ആ വെയർ ഹൗസിന്റെ ഉള്ളിലേക്ക് വരികയാണ്. കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും വെട്ടിക്കൊല്ലുന്നുണ്ട്. എന്നാൽ ഓൾറെഡി ഭയമുള്ളത് കൊണ്ട് തന്നെ ജെസ്സി നന്നായിട്ട് ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഇത് കണ്ടതും അവള് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. അവിടെ ഉണ്ടായിരുന്ന കാട്ടിനുള്ളിൽ പോയി ഒളിക്കുന്നുണ്ട്. എന്നാൽ അവളെയും തേടിപ്പിടിച്ച് ബോൺ ഫേസ്, ആ ക്രൂരനായ സീരിയൽ കില്ലർ, കൊന്നുകളയാണ്. അല്പനേരം കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് 2 പോലീസ് ഓഫീസേഴ്സ് വരുന്നുണ്ട്. വിക്ടർ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ലിസ. അവരിങ്ങോട്ടേക്ക് വന്നത് തന്നെ ഈ ഒരു ക്യാമ്പിംഗ് സൈറ്റിന്റെ ഓണർ ആ ലേഡി വിളിച്ചിട്ടാണ്. അതായത് ക്യാമ്പിംഗ് സൈറ്റിലേക്ക് വന്നു നോക്കിയ സമയത്ത് അവർ കണ്ട കാര്യം എന്താ വെച്ചാൽ ഇതുപോലെ ഒരുപാട് ശവങ്ങളാണ്. പോലീസിനോട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവർ മിക്കവാറും ഇത് അവൻ തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ആ ബോൺ ഫേസ് ഇവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ, ആൾക്കാർക്ക് മര്യാദക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട് ഇപ്പോ. എന്തായാലും ഈ പരിസരത്ത് നിന്ന് ഞാൻ എന്തായാലും തെളിവുകൾ കളക്ട് ചെയ്യട്ടെ, നീ ബാക്കിയുള്ള പോലീസുകാരെ വിവരം അറിയിക്കുന്നത് ഇപ്പോ ഈ ലിസ വിക്ടറിനോട് പറയണം. വിക്ടർ വേഗം കാറിൽ കയറിയിട്ട് ബാക്കിയുള്ളവരെ വിവരം അറിയിക്കുന്നുണ്ട്. അതുപോലെ ലിസ കാട്ടിന്റെ ആ ഒരു പരിസരം എല്ലാം പരിശോധിക്കുന്ന സമയത്ത് ഒരു മരത്തിന്റെ മുകളിൽ ചോരയുടെ കൈപ്പാട് കാണുന്നുണ്ട്. അപ്പൊ തന്നെ ലിസ വിക്ടറിനെ വിളിക്കാണ്, നിങ്ങളൊന്ന് വേഗം ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വിക്ടറും പോയി നോക്കുമ്പോൾ ശരിയാണ്, ഒരു ചോര കൈപ്പാട് അവിടെ കാണുന്നുണ്ട്. അതിനർത്ഥം കൊലപാതകം നടത്തിയതിനു ശേഷം കില്ലർ ഇതിലൂടെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പോയി നോക്കിയാലോ? അങ്ങനെ വിക്ടറും ലിസയും അതേ വഴിയിൽ നടന്നു പോവാണ്. കുറച്ചു ദൂരം നടന്നപ്പോൾ ആ ഒരു കാടും താണ്ടി അവരപ്പുറത്തേക്ക് എത്തി. അവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. മിക്കവാറും ചിലപ്പോൾ ആ ഒരു കില്ലർ ഹോട്ടലിൽ കയറിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഹോട്ടലിന്റെ പുറത്തുണ്ടായിരുന്ന വാഹനങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും വിക്ടറിനും ലിസയ്ക്കും കിട്ടിയില്ല. പിന്നീട് രണ്ടുപേരും നേരെ ഹോട്ടലിനുള്ളിലേക്ക് പോകുന്നുണ്ട്. ഹോട്ടലിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ വന്നവരും അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്നവരും എല്ലാം ചേർത്ത് ഒരു 10 പേരുണ്ട്. വന്നപാട് തന്നെ വിക്ടർ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഹോട്ടലിന്റെ ഓണർ അവിടെയുണ്ട്, അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള സ്റ്റാഫും അവിടെയുണ്ട്. അവളൊരു ലേഡിയാണ്. തൽക്കാലം നമുക്ക് അവളെ സൂസി എന്ന് വിളിക്കാം. അപ്പൊ സൂസിയോടും ആ ഒരു ഹോട്ടലിന്റെ ഓണറോടും ഇയാൾ ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതായത് കാട്ടിൽ
നിന്നും പരിഭ്രാന്തിയോട് കൂടിയിട്ട് ഒരാളിങ്ങനെ വന്നു. എന്നാൽ നല്ല തിരക്കുള്ള സമയം ആയതുകൊണ്ട് തന്നെ അവരവരുടെ ആ ഒരു ജോലിയിൽ മുഴുകി നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും സൂസിയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവൾ പറയണം, സാറേ ഞാൻ 4 മണിക്ക് അവിടെ വന്നിട്ടുണ്ട്, ഞാൻ ജോലി ചെയ്യായിരുന്നു, ഞാൻ ഒന്നും കണ്ടിട്ടില്ല. അതേ നേരം തന്നെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ അവിടെ എല്ലാം ജോലി ചെയ്യുന്ന ആളാണ്. അപ്പൊ അവര് പറയണം, സാറേ 4 മണിക്ക് അവള് വന്നായിരുന്നു, ഞാനും അത് കണ്ടായിരുന്നു, അപ്പൊ ഇവിടെ ആരും ഇല്ലായിരുന്നു. പിന്നീട് വിശദമായിട്ട് അവിടെയുള്ള ഓരോ ആൾക്കാരുടെ മുഖത്തേക്കും വിക്ടർ അങ്ങനെ നോക്കുകയാണ്. കാരണം വളരെ വേഗത്തിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആ ആളുടെ മുഖത്ത് ഒരു ഭയവും അതുപോലെ തന്നെ എന്താ പറയാ ഒരു കിതപ്പെല്ലാം കാണാൻ കഴിയുമല്ലോ. അങ്ങനെ ഓരോ ആൾക്കാരെയും നോക്കുന്നുണ്ട്. ഇപ്പൊ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായി എന്തോ ഒരാളെ തേടിയിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടാണ് ഇയാൾ വന്നിരിക്കുന്നത്. അപ്പൊ ആ കൂട്ടത്തിൽ ഒരച്ഛനും മകളും ഇരിക്കുന്നുണ്ട്. തൽക്കാലം നമുക്ക് അവരെ ജിമ്മി അതുപോലെ തന്നെ മകളെ ജോലി എന്ന് വിളിക്കാം. അപ്പൊ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് നിങ്ങൾ ആരാ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുമ്പോൾ അവര് പറയാണ്, അയ്യോ സാറേ ഞങ്ങൾ ഈ നാട്ടുകാരൊന്നുമല്ല, ഇതിലൂടെ പോയ വഴിപോക്കരാണ്, പോകുന്ന വഴിയിൽ ടയർ പഞ്ചറായി പോയി, പിന്നെ നനച്ച വണ്ടിയൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് നനച്ച സ്ഥലത്തേക്ക് പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് ഹോട്ടലിലേക്ക് വന്നു, ദാ ഇപ്പൊ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുകയാണ്. അപ്പൊ തൊട്ടപ്പുറത്ത് ഉണ്ടായിരുന്ന ഒരു പെണ്ണ് അവള് പറയണത്, ശരിയാണ് സാറേ, അവര് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ കണ്ടതാണ്. ഓക്കെ, നീ ആരാണ് എന്നിപ്പോ ആ പെൺകുട്ടിയോട് ചോദിച്ചപ്പോ ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്, ഒരു 9 മണിക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയണം. 9 മണിക്ക് വന്നിട്ട് ഈ 12 മണി ആയപ്പോഴാണോ നീ ഭക്ഷണം കഴിക്കുന്നത്? എന്നാൽ അവൾക്ക് ഭക്ഷണം കൊടുത്ത വെയിട്രസ് ഉണ്ടല്ലോ സൂസി, അവള് വന്നിട്ട് പറയണ, സാറേ ഞാൻ അവളെ നേരത്തെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനുശേഷം തൊട്ടപ്പുറത്ത് തന്നെ കണ്ണാടിയിട്ട് കണ്ടാൽ ഒരു പാവമായിട്ട് തോന്നുന്നൊരു ചെറുപ്പക്കാരനെ കാണുന്നുണ്ട്. തൽക്കാലം നമുക്ക് അവനെ ബോണി എന്ന് വിളിക്കാം. ആ ചെറുപ്പക്കാരനും ഈ നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇപ്പോഴും വിക്ടറിന് സംശയം, നേരത്തെ കണ്ട ഒരു പെണ്ണുണ്ടല്ലോ 9 മണിക്ക് വന്നിട്ട് 12 മണിക്ക് ഫുഡ് കഴിക്കുന്ന ആ പെണ്ണ്, അവളെ നമുക്ക് സാറാന്ന് വിളിക്കാം. അപ്പൊ സാറയാണ് ഇപ്പോ വിക്ടറിന് ചെറിയൊരു സംശയമായിട്ട് തോന്നുന്നത്. അല്ല സാറാ, നീ കഴിഞ്ഞ 2-2.5 മണിക്കൂറായിട്ട് ഇവിടെ വന്നതിന് ശേഷം എന്തായിരുന്നു പരിപാടി? ഇപ്പൊ സാറ് പറയണ, സാറേ ഞാനൊരു ഫ്രീലാൻസർ ഫോട്ടോഗ്രാഫർ ആണ്, ഇവിടെ വന്ന പാടിനെ കാർഡ് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി, അതുകൊണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് കാട്ടിലേക്കൊന്ന് പോയായിരുന്നു. പിന്നീട് ആ ഒരു ക്യാമറ മേടിച്ച് ലിസയുടെ കയ്യിൽ കൊടുത്ത് അതിലെ ഫോട്ടോ മുഴുവൻ പരിശോധിക്കാനായിട്ട് വിക്ടർ പറയാണ്. ഇതിനുശേഷം അവിടെ ഇരുന്ന മറ്റൊരാളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആള് കുറച്ച് ഗൗരവത്തിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പൊ അയാളുടെ പരിപാടി എന്താ ചോദിച്ചപ്പോ ഈ നാട്ടിൽ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ വർക്ക് ഉണ്ട്, അപ്പൊ അതിനായിട്ട് ഇയാൾ ഇങ്ങോട്ടേക്ക് വന്നതാ. പറയുന്നതിൽ തന്നെ അത്യാവശ്യം ഗൗരവത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ മേത്തും വലിയ സംശയമൊന്നും വിക്ടറിന് തോന്നിയില്ല. ഒരു കില്ലർ ആണെങ്കിൽ ഇത്ര ഗൗരവത്തിലൊന്നും അങ്ങനെ സംസാരിക്കാൻ സാധ്യതയില്ല, അവൻ അഭിനയിക്കാനാണ് സാധ്യത. വളരെ കൂളായിട്ട് ഭയങ്കര പാവമായിട്ടേ ആ ഒരു കില്ലർ സംസാരിക്കുള്ളൂ, മിക്കവാറും ഇയാളായിരിക്കില്ല, എനിക്കും അങ്ങനെയാ തോന്നുന്നത്. ഇതിനുശേഷം നേരെ തൊട്ടപ്പുറത്തായിട്ട് 2 പേര് ഇരിക്കുന്നുണ്ട് കേട്ടോ, ഒരു വെള്ളത്താടിയും ഒരു കറുത്ത താടിയും. കുറെ പേരുകൾ വന്ന് കൺഫ്യൂഷൻ ആവണ്ട, അതുകൊണ്ട് അവരുടെ ലുക്ക് വെച്ച് തന്നെ ഒരു പേരിടാം, വെള്ളത്താടിയും കറുപ്പ് താടിയും. അപ്പൊ ആ വെള്ളത്താടിയോട് നിങ്ങളൊക്കെ ആരാ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ ചോദിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഈ നാട്ടുകാർ തന്നെയാ, അവിടെ കുറച്ചു നേരമായിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് കുറച്ച് അഹങ്കാരത്തിൽ മറുപടി കൊടുക്കുകയാണ്. അവരുടെ ആ ഒരു ഇരിപ്പും ഭാവം എല്ലാം കാണുന്ന സമയത്ത് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണ് ക്യാമറ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന ലിസ വിക്ടറിനോട് ഒരു കാര്യം പറയുന്നത്, സാറേ ഇതൊന്നൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള സാറ ഒരുപാട് ഫോട്ടോസ് കാട്ടിൽ പോയിട്ട് എടുത്തു എന്ന് പറയുന്നില്ലേ, അതിലൊരു ഫോട്ടോയിൽ ബോൺ ഫേസ്, അവന്റെ ആ ഒരു മുഖം കുടുങ്ങിയിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്, ഈ വഴിയിൽ തന്നെയാണ് അവൻ വന്നിരിക്കുന്നത്, ആ സീരിയൽ കില്ലർ. അതുകൊണ്ട് എല്ലാവരുടെ ID കാർഡും വിക്ടർ മേടിക്കുന്നുണ്ട്. കാരണം മിക്കവാറും ഈ കൂട്ടത്തിലെ ഒരാൾ തന്നെ ആയിരിക്കണം ആ ഒരു ബോൺ ഫേസ്. പിന്നീട് അവിടെ മുഴുവനായിട്ടും വിക്ടർ പരിശോധിക്കുകയാണ്. പുറത്ത് ഈ ഡസ്റ്റ്ബിൻ ഉണ്ടല്ലോ, അതിൽ പോയി പരിശോധിക്കുമ്പോൾ ഒരുപാട് രക്തപാടുകൾ അതിൽ കാണാനുണ്ട്. രക്തം നിറഞ്ഞ ഒരു കവറും അതിൽ കാണുന്നുണ്ട് കേട്ടോ. ഇതേ നേരം തന്നെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു കൺസ്ട്രക്ഷൻ വർക്കർ ഉണ്ടല്ലോ, അയാൾ ഇതിനു മുന്നേ ഒരു പട്ടാളക്കാരനായിരുന്നു. അപ്പോ ആ കൂട്ടത്തിലെ വെള്ളത്താടി അതെല്ലാം പറഞ്ഞ് അവനെ കളിയാക്കുകയാണ്. ഓ, ആ ജോലിയെല്ലാം വിട്ട് ഇപ്പോ വീട് പണിയാൻ ഇറങ്ങിയിരിക്കുകയാണോ? എന്തായാലും ആ ഒരു കൺസ്ട്രക്ഷൻ വർക്കറെ ഇനി മുതൽ നമുക്ക് ഒരു മിലിറ്ററി മാൻ അല്ലെങ്കിൽ ഒരു സോൾജിയർ, പട്ടാളക്കാരൻ അങ്ങനെയൊക്കെ വിളിക്കാം. ഈ സമയത്താണ് ഡസ്റ്റ്ബിനിൽ ചോര പുരണ്ട ആ ഒരു വസ്തു കണ്ടില്ലേ, ആ ചാക്കുമായിട്ട് അല്ലെങ്കിൽ ആ കവറുമായിട്ട് നമ്മുടെ വിക്ടർ നേരെ ഉള്ളിലേക്ക് വന്ന് ഒരു ടേബിൾ വെക്കുകയാണ്. എന്നിട്ട് ആ കവറിനുള്ളിലുണ്ടായിരുന്ന ഓരോ സാധനവും പുറത്തേക്ക് വെക്കുന്നുണ്ട്. കില്ലർ ഉപയോഗിച്ച ഷൂ, അയാളുടെ കോട്ട്, അയാളുടെ ആയുധം അതായത് കോടാലി, അതുപോലെ തന്നെ ബോൺ ഫേസിന്റെ ആ മുഖംമൂടി, ഇതെല്ലാം ആ ഒരു കവറിലുണ്ടായിരുന്നു. ഈ സാധനം എല്ലാം പുറത്തേക്ക് വെച്ചപ്പോ തന്നെ ഈ ഹോട്ടലിൽ ഇരിക്കുന്ന നാട്ടുകാരായുള്ള എല്ലാവർക്കും അതെന്താണെന്ന് മനസ്സിലായി. ബോൺ ഫേസ് ആ സീരിയൽ കില്ലർ ഉപയോഗിച്ച അവന്റെ വസ്തുക്കളാണിത്. എന്നാൽ പുറംനാട്ടിൽ നിന്ന് വന്ന ജിമ്മി, അയാളുടെ മകളായിട്ടുള്ള ജോലി, ഇവർക്ക് ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതെന്താണെന്ന് ചോദിച്ച സമയത്ത് കണ്ണാടി വെച്ച ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ ബോണി, അവൻ പറയണ്, ഇയാളെ കുറിച്ച് അറിയില്ലേ, ഭയങ്കര സീരിയൽ കില്ലറാണ് ബോൺ ഫേസ്, 32ഓളം ആൾക്കാരെ വളരെ ക്രൂരമായിട്ട് കൊന്ന ഒരു പിശാചാണ് ആ സൈക്കോ. ഇത് കേട്ട സമയത്ത് വിക്ടർ പറയാണ്, 32 അല്ല, അതിപ്പോ 41ആയി. ഈ രാത്രിയിൽ അവൻ കൊന്നിരിക്കുന്നത് 9ഓളം ആൾക്കാരെയാണ്. പിന്നീട് അതിന്റെ ഡീറ്റെയിൽ വിക്ടർ അവിടെയുള്ള എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ക്യാമ്പിന് വന്ന 13 പിള്ളേരെയാണ് ആദ്യം അവൻ കൊന്നുകളഞ്ഞത്. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതുപോലെ ക്യാമ്പിന് വന്ന 19 പേരെയും അവൻ കൊന്നുകളഞ്ഞു. ഇപ്പൊ ഇതാ ഈ രാത്രിയിൽ അവിടെ ജോലി ചെയ്തിരുന്ന 9 ആൾക്കാരെയാണ് കൊന്നിരിക്കുന്നത്. ടോട്ടൽ 41 പേര്. മേരി ഗോൾഡ് എന്ന ക്യാമ്പിംഗ് സൈറ്റിലാണ് അവൻ ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. അപ്പൊ മേരി ഗോൾഡ് ആ പേര് കേട്ട സമയത്ത് പുറംനാട്ടുകാരിയായിട്ടുള്ള ജിമ്മിയുടെ മകൾ ജോലി ഉണ്ടല്ലോ, അവള് പറയാണ്, ഞാൻ അവിടെ കുറച്ച് ദിവസം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വെള്ളത്താടിക്കാരൻ പറയാണ്, പൊന്നു മോളെ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി,
മതി. അവിടെ എങ്ങാനും നീ ജോലി ചെയ്തിരുന്നെങ്കിൽ ഇതാ ഇന്ന് രാത്രി നടന്നില്ലേ, അതുപോലെ നിന്റെ കഥയും കഴിഞ്ഞേനെ. ഇതേ സമയത്ത് തന്നെ കടയുടെ ഓണർ ഉണ്ടല്ലോ, ആ ഓണർ ഇപ്പോ ജൂലിയോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അല്ല, അപ്പൊ നിനക്ക് എന്റെ മകൾ അറിയാവോ? അവളും അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന ഡോയൽ. ഏയ്, എനിക്ക് അവൾ അറിയില്ല എന്ന് ജൂലി പറയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ ഇൻസ്പെക്ടർ വിക്ടറിന് ഒരു കാര്യം കൺഫേം ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. അതായത് പുറത്തെ ഡസ്റ്റ്ബിനിൽ സീരിയൽ കില്ലർ അവന്റെ സാധനങ്ങളെല്ലാം ഇട്ടുകൊണ്ട് നേരെ ഈ ഹോട്ടലിൽ വന്നിരിക്കുന്നുണ്ട്. ഈ ഇരിക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് ആ ഒരു സീരിയൽ കില്ലർ. അത് കൺഫേം ആയി തന്നെ അവിടെയുള്ള ആൾക്കാരോട് വിക്ടർ പറയുന്നുണ്ട്. എന്നാൽ അവിടെയുള്ള കസ്റ്റമേഴ്സ് പറയുന്ന കാര്യം, അല്ല സാറേ, ഒരു സാധ്യത കൂടെ ഉണ്ടല്ലോ. കില്ലർ കൊലപാതകം എല്ലാം കഴിഞ്ഞ് പോകുന്ന വഴിയിൽ അവൻ ആ ഒരു ഡസ്റ്റ്ബിനിൽ ഇട്ട് പോയതാണെങ്കിലോ, പുറത്തേക്ക് തന്നെ അവൻ പോയിട്ടുണ്ടെങ്കിലോ, അങ്ങനെ ഒരു സാധ്യത കൂടെ ഇല്ലേ. എന്നാൽ വിക്ടർ കൺഫേം ആയിട്ട് പറയാണ്, ഒരുത്തൻ അങ്ങനെ ഈ രാത്രിയിൽ ചുറ്റി നടക്കുന്നുണ്ടെങ്കിൽ പോലീസുകാർ മുഴുവൻ ഇവിടെ പരിശോധിക്കുന്നുണ്ട്. സംശയാസ്പദമായ രീതിയിൽ ഒരുത്തനെ എന്തായാലും പോലീസുകാർ പൊക്കിയാരെ. എന്നാൽ അങ്ങനെ ഒരുത്തനെയും ഈ രാത്രിയിൽ കിട്ടിയിട്ടില്ല. അതിനർത്ഥം കില്ലർ ബോൺഫേസ് ഉറപ്പാണ് അവൻ ഈ ഹോട്ടലിൽ തന്നെ വന്ന് കയറിയിട്ടുണ്ട്. അക്കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. പിന്നീട് വിക്ടർ ഒരു കാര്യം ലിസയോട് പറയാണ്. അതായത് ഈ കില്ലറുടെ ടൂൾസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടില്ലേ, അത് അവരുടെ കാറിൽ തന്നെ കൊണ്ടുവച്ച് ബാക്കിയുള്ള പോലീസുകാരെയും കൂട്ടി ഇങ്ങോട്ടേക്ക് പോവാ. ഞാൻ എന്തായാലും ഇവിടെ ഇരിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ലിസ ഇപ്പോ വിക്ടർ പറഞ്ഞതുപോലെ തന്നെ ആ സാധനങ്ങളെല്ലാം എടുത്ത് അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് ആ ഒരു ഹോട്ടലിന്റെ ഡോറ് വിക്ടർ ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്യാണ്. എന്നിട്ട് പറയാണ്, കുറച്ചു നേരത്തേക്ക് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ഞാനാണ്. ആരും എന്നോട് മറുത്തൊന്നും പറയാൻ നിൽക്കരുത്. അത് ഇവിടുത്തെ ജോലിക്കാരായാലും ശരി, ഇവിടുത്തെ ഓണർ ആയാലും ശരി, ഇങ്ങോട്ടേക്ക് വന്ന കസ്റ്റമേഴ്സ് ആയാലും ശരി. 3 റൂൾസ് ആണ് ഞാൻ ഇവിടെ വെക്കാൻ പോകുന്നത്. ഒരാൾക്ക് പോലും പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇത് 1ാമത്തെ റൂള്. ഇനി അടുത്തത് 2ാമത്തെ റൂള്. ആരുടെങ്കിലും കയ്യിൽ വല്ല ആയുധം ഉണ്ടെങ്കിൽ അതെന്റെ കയ്യിൽ ഏൽപ്പിച്ചേക്ക്. ഇനി 3ാമത്തെ റൂള്, ആർക്കെങ്കിലും ആ ഒരു കില്ലറെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ അതെന്നോട് വന്ന് പറഞ്ഞേക്ക്. അപ്പൊ എല്ലാവരും ഓക്കെ അല്ലേ? പോലീസുകാർ കൂടുതലായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് വരെ പൂർണ്ണമായിട്ടും ഇവിടുത്തെ കൺട്രോൾ എന്റെ കയ്യിലായിരിക്കും. ഒരു അല്പനേരം കഴിഞ്ഞപ്പോ സാധനങ്ങളെല്ലാം കാറിൽ വെക്കാൻ പോയ ലിസ തിരിച്ചു വന്നിട്ടുണ്ട്. ബാക്കിയുള്ള പോലീസുകാർക്ക് അവൾ വിവരം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവൾ വന്നതിന് ശേഷം ആണുങ്ങളെ നമ്മുടെ വിക്ടറും പരിശോധിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ലേഡീസിനെ ലിസയും പരിശോധിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ ലേഡീസിന്റെ ദേഹത്തു നിന്ന് ഒന്നും കിട്ടിയില്ല. പക്ഷേ ആണുങ്ങളുടെ ബോഡി പരിശോധിച്ച സമയത്ത് വിക്ടർക്ക് ബോണി എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, അവന്റെ കയ്യിൽ നിന്നും, അതായത് കീശയിൽ നിന്നും എന്തോ ഒരു സാധനം, ഒരു മിഷീൻ കിട്ടുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്തോ അലർജി ഉണ്ട്, ആ സമയത്ത് ഉപയോഗിക്കേണ്ട ഒരു മരുന്നാണത്. ഇതിനുശേഷം മറ്റേ ഒരു കൺസ്ട്രക്ഷൻ വർക്കർ ഉണ്ടല്ലോ, അത് തന്നെ ആ പട്ടാളക്കാരൻ, അയാളുടെ ബോഡി മുഴുവനായിട്ടും പരിശോധിച്ച സമയത്ത് അയാളുടെ ബൂട്ടിന്റെ ഇടയിൽ നിന്നും ഒരു കത്തി കിട്ടുന്നുണ്ട്. ഫലമായിട്ട് തന്നെ ഈ പട്ടാളക്കാരന്റെ കയ്യിൽ നിന്നും ആ ഒരു കത്തി വിക്ടർ മേടിക്കുന്നുണ്ട്. ഇതിനുശേഷം പരിശോധിക്കാൻ പോകുന്നത് ആ വെള്ളത്താടിയും കറുപ്പ് താടിയും ഉണ്ടല്ലോ, അവന്മാരെയാണ്. നല്ല തണ്ടാണ് രണ്ടുപേർക്കും. എന്നിരുന്നാലും അവരുടെ ബോഡിയും പൂർണ്ണമായിട്ടും പരിശോധിക്കുകയാണ്. അപ്പൊ അവരുടെ ദേഹത്തുനിന്ന് ഒന്നും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ സംശയം തോന്നിക്കുന്ന രീതിയിൽ ആരുടെ ദേഹത്തുനിന്ന് ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വിക്ടർ ഒരു കാര്യം പറയാണ്, ആർക്കെങ്കിലും ടോയ്ലറ്റിൽ പോകണമെങ്കിൽ വേണമെങ്കിൽ പോയിട്ട് വരാം. ഈ സമയത്ത് ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള സാറ ഒന്ന് ടോയ്ലറ്റിലേക്ക് പോവാണ്. ആ സമയത്ത് അവിടെ ഓൾറെഡി ആ ഒരു ആയ ഉണ്ടല്ലോ, കുറച്ച് പ്രായമായിട്ടുള്ള ആ ഒരു മുത്തശ്ശി, അവർ കണ്ണാടിയിലെല്ലാം നോക്കി നല്ല ലിപ്സ്റ്റിക് എല്ലാം ഇട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വന്ന ഫോട്ടോഗ്രാഫർ സാർ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് നിങ്ങളായിട്ട് പറയുന്നതാണോ അല്ലെങ്കിൽ ഞാനായിട്ട് പറയുന്നതാണോ നല്ലതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സാർ അവിടുന്ന് തിരിച്ചു പോവാണ്. അപ്പൊ സംതിങ് എന്തോ ഒരു കാര്യം ഈ ആയുടെയും സാറയുടെയും ഇടയിലുണ്ടല്ലോ അല്ലേ. പിന്നീട് സാറ് വന്നിട്ട് അവളെടുത്ത് ഓരോ ഫോട്ടോസും ലാപ്ടോപ്പിൽ ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിലൊരു ഫോട്ടോ സൂസി, അതായത് അവിടുത്തെ വെയിട്രസ് ഉണ്ടല്ലോ, അവള് കാണുകയാണ്. അപ്പൊ ആ ഒരു ഫോട്ടോ കണ്ട പാടിന് സൂസി ആകെ ഞെട്ടിപ്പോയിട്ട്, എന്തിനാ ഇങ്ങനത്തെ ഫോട്ടോസ് ഒക്കെ വെച്ചിരിക്കുന്നത്, അതങ്ങോട്ട് ഡിലീറ്റ് ആക്കിയേക്കെന്ന് സൂസി പറഞ്ഞപ്പോ ഇപ്പൊ സാറ് പറയണ, അതിന്റെ ആവശ്യമില്ല, കാരണം ഇതുപോലെയുള്ള ഫോട്ടോസ് ആണ് എനിക്ക് വരുമാനം തരുന്നത്. അങ്ങനെ കുറച്ചു നേരം ആ ഒരു ഹോട്ടലിൽ അങ്ങനെ പോവാണ് കേട്ടോ. കുറച്ച് സമയമൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇത്രയും നേരമായിട്ട് ബാക്കിയുള്ള പോലീസുകാർ ആരും എത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വിക്ടർ വീണ്ടും അയാളുടെ രീതിയിൽ അന്വേഷണങ്ങൾ തുടങ്ങുകയാണ്. അതായത് ഓൾറെഡി ആ ഒരു ബോട്ട് ഇവർക്ക് കിട്ടിയായിരുന്നല്ലോ, അതിന്റെ സൈസ് എന്ന് പറയുന്നത് 9.5 ആണ്. അതുകൊണ്ട് തന്നെ വിക്ടർ ലിസ രണ്ടുപേരും ചേർന്ന് അവിടെയുള്ള എല്ലാവരുടെയും ഷൂവിന്റെയും ചെരുപ്പിന്റെയും എല്ലാം സൈസ് നോക്കുകയാണ്. അത് 9.5 ആണെങ്കിൽ വേണമെങ്കിൽ അയാളായിരിക്കാം ബോൺഫേസ് എന്ന് സംശയിക്കാലോ. അതുകൊണ്ട് തന്നെ പരിശോധന തുടങ്ങുകയാണ്. ഓരോരുത്തരുടെയും ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോ ആ ഒരു ജിമ്മി, അയാളുടെ ഷൂവിന്റെ സൈസ് അത്യാവശ്യം വലുപ്പമാണ്, 10 അതുപോലെ തന്നെ മകളായിട്ടുള്ള ജോലിയുടെ സൈസ് നോക്കുമ്പോൾ അത് 9 ആണ്. പിന്നീട് അവിടുത്തെ ആ ഒരു ആയ ഉണ്ടല്ലോ, പ്രായമായിട്ടുള്ള സ്ത്രീ, അവരുടെ ഇത് പരിശോധിക്കാൻ പോകുമ്പോൾ ഇപ്പൊ അവരൊരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ എന്താണ് സാറേ സ്ത്രീകളുടെ ചെരുപ്പൊക്കെ പരിശോധിക്കുന്നത്? ഞങ്ങൾ സംശയിച്ചിട്ട് എന്താ കാര്യം? 41 പേരെ കോടാലി വെച്ച് വെട്ടിക്കീറാനുള്ള അത്ര സ്ട്രെങ്ത് ഒക്കെ സ്ത്രീകൾക്ക് ഉണ്ടാവുമോ? നിങ്ങൾ എന്തിന്റെ പേരിലാണ് ഞങ്ങളെ സംശയിക്കുന്നത് എന്നൊക്കെ കുറച്ച് ഓവറായിട്ട് സംസാരിക്കുകയാണ്. ഈ നേരം ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള സാറ പറയാണ്, നിങ്ങൾക്കപ്പോ ഹിസ്റ്ററി ഒന്നും അറിയില്ല അല്ലേ? അമേലിയ ഡയർ, അങ്ങനെ ഒരു ലേഡിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുറച്ച് പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയാണ്, കുട്ടികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സ്വത്തുക്കളും മറ്റുള്ളതൊക്കെ കാണിച്ച് ഒരുപാട് കുട്ടികളെ അവര് അഡോപ്റ്റ് ചെയ്തു. ആ കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെച്ച് നോക്കുകയായിരുന്നില്ല, അവരെയൊക്കെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞ് അതിൽ 2-3 പിള്ളേരെ അവൾ തൂക്കിക്കൊന്നു. അതിൽ അവൾ പെട്ടുപോയി. പിന്നീട് പോലീസുകാർ വന്നിട്ട് ആ സ്ത്രീയുടെ വീട് പരിശോധിച്ചപ്പോൾ ഇതുപോലെ 300-ന് മുകളിൽ കുട്ടികളെയാണ് ആ സ്ത്രീ കൊന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കില്ലർ അത് സ്ത്രീ ആവാം അല്ലെങ്കിൽ പുരുഷനാവാം. അങ്ങനെ സ്ത്രീ അത് ചെയ്യില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ശരിയാണ്, സ്ത്രീകൾ വേണമെങ്കിലും ആ ഒരു
ഒരു കില്ലർ ആകാം. അങ്ങനെ ഓരോരുത്തരുടെ ബോട്ട് വീണ്ടും പരിശോധിക്കാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് വെള്ളത്താടി അയാൾ കുറച്ച് അഹങ്കാരം കാണിക്കുകയാണ്. സാറേ വെറുതെ അനാവശ്യമായിട്ട് എന്റെ ചെക്ക് ചെയ്യാൻ വരില്ലേ. അങ്ങനെ ഓവറാക്കിയ സമയത്ത് അവന്റെ കൈ പിടിച്ച ഒരൊറ്റ തിരിയാണ്. എന്നിട്ട് ടേബിളിൽ അമർത്തി വെച്ചിട്ട് അവനോട് പറയാണ്, വന്നപ്പം മുതൽ ഞാൻ നോക്കുകയാണ്, എന്താടാ നിനക്ക് ഇത്ര തണ്ട്, ഇനി ഓവറാക്കിയാണ്ടല്ലോ നല്ല പെട കിട്ടുന്ന പറയാണ്. അവസാനത്തെ വാണിംഗ് ആണ്. പിന്നീട് വെള്ളത്താടി അതുപോലെ തന്നെ കറുത്ത താടി രണ്ടുപേരുടെയും ഷൂസും ചെക്ക് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് വിക്ടർ ഒന്ന് വരട്ടിയത് കൊണ്ട് തന്നെ രണ്ടുപേരും അതിന് സമ്മതിക്കുകയാണ്. ഇതേ നേരം തന്നെ മറ്റേ കണ്ണാടി വെച്ച ബോണി ഉണ്ടല്ലോ, ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ വിക്ടറിനെ വിളിക്കുകയാണ്. നേരത്തെ ആ ഒരു സീരിയൽ കില്ലർ ആയിട്ടുള്ള ലേഡി ഉണ്ടല്ലോ, അമേലിയ ഡയർ, അവരെ കുറിച്ച് പറഞ്ഞത് നമ്മുടെ സാറേ അല്ല കേട്ടോ, ഇവനാണ്. പറഞ്ഞപ്പോ മാറിപ്പോയതാണ്. അവനിപ്പോ ഒരു പുസ്തകത്തിൽ ഒരു പേര് എഴുതിയിട്ട്, സാറേ ആ കില്ലർ ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിനക്ക് മനസ്സിലായോ? ആരാടാ അത് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോ ഈ ബോണി പറയണ, സാർ ഒന്ന് പുറത്തേക്ക് വാ, പുറത്തുനിന്ന് പറയാന്ന് പറയണം. അങ്ങനെ ബോണിയും അതുപോലെ തന്നെ വിക്ടറും കൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഇത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അതെങ്ങനെയാ ഒരാളെ മാത്രം പുറത്തേക്ക് കൊണ്ടുപോവാ? നമ്മളെല്ലാവരും ഇവിടെ ഉള്ളിലിരിക്കണോ? എന്തായാലും ഒരല്പനേരം കഴിഞ്ഞപ്പോഴേക്കും ചോര തുപ്പിക്കൊണ്ട് ബോണി എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വിക്ടർ വരികയാണ്. വിക്ടറിന് എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. അതായത് ബോണിക്കൊരു പ്രശ്നമുണ്ട്, എന്തോ ഒരു അലർജി. ആ അലർജി വന്നിരിക്കുകയാണ്. അത് അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ചോരയെല്ലാം വരികയാണ്. അവന്റെ പോക്കറ്റിൽ കൈയിട്ട് അവൻ വലിക്കുന്ന ആ ഒരു മരുന്ന് അത് കൊടുക്കാൻ നോക്കുമ്പോൾ ആ സാധനം അവന്റെ പോക്കറ്റിൽ കാണാനില്ല. അധികം വൈകാതെ ആ പാവം ശ്വാസം കിട്ടാതെ അലർജി കാരണം അവിടെ വെച്ച് തന്നെ ചോര തുപ്പി മരിക്കുകയാണ്. എന്തവിടെ ഈ സംഭവിക്കുന്നത്? എല്ലാവരും വല്ലാത്തൊരു ഷോക്കിങ്ങിലായി പോയിട്ടു. ഇതേ നേരം ഇത്രയും നേരം അവൻ പതിയെ പതിയെ കുടിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഡ്രിങ്ക് ഉണ്ട്. ആ ഡ്രിങ്ക് പോയിട്ട് ഒരു വേഗം പരിശോധിച്ച് നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ സ്ട്രോബെറിയുടെ ജാമോ അങ്ങനെ എന്തോ ഒന്നുണ്ടായിരുന്നു. ഇതാണ് അവന് അലർജി കൊടുക്കുന്ന സാധനം. അപ്പൊ മനഃപൂർവ്വം തന്നെ ആരും ഒരാൾ ബോണിയെ കൊന്നതാണ് ആ കില്ലർ. ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല എന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ അവന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന മരുന്നും അയാൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും സംശയിക്കുന്നത് എല്ലാവർക്കും ഭക്ഷണവും അതുപോലെ തന്നെ ഡ്രിങ്ക്സും കൊടുത്ത വെയിറ്റർ ആയിട്ടുള്ള സൂസിയാണ്. അപ്പൊ എല്ലാവരും സൂസിയെ പറയുന്ന സമയത്ത് വിക്ടർ പറയണം, എല്ലാവരും മിണ്ടാതിരുന്നോ, കാരണം എല്ലാവരുടെ ടേബിളിലും ഈ ഒരു ഐസ്ക്രീം ഉണ്ട്. അപ്പൊ ആർക്ക് വേണമെങ്കിലും ഇത് കൊണ്ടുവന്നിടാം, അതായത് ആര് വേണമെങ്കിലും ഇത് ചെയ്യാം. സൂസിയെ തന്നെ സംശയിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇവന്റെ ബോഡി തൽക്കാലം നമുക്ക് ഇവിടുന്ന് മാറ്റി വെക്കാം. അങ്ങനെ ആ ഒരു പട്ടാളക്കാരനും അതുപോലെ വിക്ടർ രണ്ടുപേരും കൂടെ അവന്റെ ബോഡി അവിടുന്ന് മാറ്റുകയാണ്. പിന്നീട് വിക്ടർ വന്നിട്ട് പറയാണ്, ഒരു കില്ലറെ പിടിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോ എന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഒരുത്തിനെ നീ തട്ടിയല്ലേ, എടാ നിന്നെ പിടിക്കാതെ ഞാൻ ഇന്ന് തിരിച്ചു പോവില്ല. എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുക. ആ കില്ലർ അത് ആരാണെന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് ഓരോരുത്തരുടെ ഹിസ്റ്ററി മനസ്സിലാക്കണം. അതുകൊണ്ട് വെറുതെ എന്നോട് നുണ പറയാൻ നിൽക്കേണ്ട. ഓരോരുത്തരോടും ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി തന്നിരിക്കണം. ആദ്യം തന്നെ ആ ഒരു പട്ടാളക്കാരൻ, അയാളോടാണ് വിക്ടർ ആദ്യം ചോദിക്കുന്നത്, നിങ്ങളൊരു പട്ടാളക്കാരനല്ലേ, പിന്നെ എന്തിനാണ് കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് വന്നത്? നിങ്ങൾ ജോലി റിസൈൻ ചെയ്തതാണോ അല്ലെങ്കിൽ നിങ്ങളെ പിരിച്ചുവിട്ടതാണോ? അയാളുടെ ആ ഒരു കളിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ഏകദേശം വിക്ടറിന് കാര്യം മനസ്സിലായി. ഇയാൾ മെന്റലി അത്ര സ്റ്റേബിൾ അല്ല, അതുകൊണ്ടായിരിക്കണം പട്ടാളത്തിൽ നിന്ന് പിരിച്ചുവിട്ടത്. പിന്നെ കിട്ടിയ ജോലി അങ്ങനെ ചെയ്യുന്നുണ്ടാവും. അത് അയാളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് തന്നെ വിക്ടറിന് മനസ്സിലാവാണ്. ഇതേ നേരം പുറംനാട്ടുകാരിയായിട്ടുള്ള ജോലി ഉണ്ടല്ലോ, അതായത് ജിമ്മിയുടെ മകള്, ഈ ജോലി ഓൾറെഡി മേരി ഗോൾഡ് എന്ന ഒരു ക്യാമ്പിംഗ് സൈറ്റിൽ കുറച്ച് ദിവസം ജോലി ചെയ്തായിരുന്നു. അതേ ക്യാമ്പിംഗ് സൈറ്റിൽ എന്തോ ഒരു ഇലക്ട്രീഷ്യൻ ആയിട്ടും ഈ പട്ടാളക്കാരൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവൾക്ക് കണ്ടതായിട്ട് ചെറിയൊരു ഓർമ്മയുണ്ട്. ഇയാളെ അവിടുന്ന് പുറത്താക്കിയതാണ്. എന്തിനാണെന്ന് അറിയോ? അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ കയറി പിടിച്ചതിന്റെ പേരിൽ, റേപ്പ് ചെയ്യാൻ നോക്കിയതിന്റെ പേരിൽ. ഇപ്പൊ ആ ഒരു പട്ടാളക്കാരൻ പറയാണ്, അങ്ങനെയല്ല കാര്യം, ഞാൻ ടോയ്ലറ്റിൽ നിൽക്കുന്ന സമയത്ത് അവളാണ് എന്റെ അരികിലേക്ക് വന്നത്. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് അവൾക്ക് അതൊരു നാണക്കേടാവണ്ട എന്ന് കരുതിയിട്ട് ഞാൻ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കതൊരു ക്ഷീമകേടാണല്ലോ, അതുകൊണ്ട് അവള് വെറുതെ വിളിച്ച് കൂവിയതാണ്. അവസാനം ഞാൻ പ്രതിയായി, അവരെന്നെ പിരിച്ചുവിട്ടു. ഇതാണ് അവിടെ നടന്നതെന്ന് പട്ടാളക്കാരൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അന്ന് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവള് ഭയങ്കര ഒരു പോക്ക് കേസാണ്. അല്ല, നിങ്ങളുടെ ആ ഒരു ക്യാബിൻ സൈറ്റിൽ ഇതുപോലൊരു റേപ്പ് അറ്റംപ്റ്റ് നടന്നു എന്ന് പറയുന്നുണ്ടല്ലോ, എന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാതിരുന്നത്? അത് പിന്നെ ഞങ്ങളുടെ ഓണർ പറഞ്ഞിട്ടാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടും അതുപോലെ തന്നെ ക്യാഷും നമുക്ക് കിട്ടില്ല, അതുകൊണ്ടാണ് കേസ് മറച്ചു വെച്ചത്. എന്തായാലും അതോട് കൂടിയിട്ട് ഇയാളെ പിരിച്ചുവിടുകയും ചെയ്തു. ഓഹോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് നാണം കെട്ടത് കൊണ്ട് തന്നെ ഈ പട്ടാളക്കാരന് അവിടെയുള്ള ആൾക്കാരെ കൊല്ലാനായിട്ട് ഒരു പക, ഒരു ടെൻഡൻസി എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോ പട്ടാളക്കാരാ, നീ തന്നെയല്ലേ ആ ഒരു ബോൺ കില്ലർ എന്ന് ചോദിക്കുമ്പോൾ, എടോ നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? അത്രയും ആൾക്കാരെ കൊന്നിട്ട് ഞാൻ എങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരിക? അങ്ങനെയൊന്നും പറയണ്ട, ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ എളുപ്പമാണ്. കാരണം അതേ വഴിയിൽ തന്നെയാണ് ഞാനും ഈ നിൽക്കുന്ന ലിസയും കൂടെ നടന്നു വന്നത്. സാറേ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ശരിയാണ്, അവിടുന്ന് ഒരുപാട് ഞാൻ നാണം കെട്ടിയിട്ടുണ്ട്, പക്ഷെ അങ്ങനെ പോയി കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല സാറേ. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഇതേ നേരം തന്നെ നമ്മുടെ വിക്ടറിന് ചെറിയൊരു സംശയം മറ്റേ ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള സാറേ അവളോട് വീണ്ടും തോന്നുകയാണ് കേട്ടോ. കാരണം എന്താ, അവൾ 9 മണിക്ക് ഇവിടെ വന്നിട്ട് ഒരു 2-2.5 മണിക്കൂർ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. ആ സമയത്ത് അവൾ ആയിരിക്കും ആ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ സാറയോട് ആ ഒരു കാര്യം ചോദിച്ചപ്പോ, സാറേ എനിക്ക് എന്തിനാണ് ആ പിള്ളേരെ കൊല്ലേണ്ട ആവശ്യം? എന്ത് നേട്ടാണ് എനിക്ക് അതുകൊണ്ട് ഉണ്ടാകുന്നത്? സാറേ, ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് പോയി എന്നതിന്റെ പേരിൽ എന്നെ സംശയിക്കാൻ നിൽക്കില്ല സാറേ. ഇത് കേട്ട സമയത്ത് തന്നെ ഇത്രയും നേരം പാവത്തിനെ പോലെ നിന്ന വെയിറ്റേഴ്സ് ആയിട്ടുള്ള സൂസി ഉണ്ടല്ലോ, അവളൊരു കാര്യം പറയുന്നുണ്ട്, അല്ല സാറേ എനിക്കും സംശയമുണ്ട്, ഇവര് തന്നെയാണ് ഈ ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള സാറ. കാരണം ഞാൻ നേരത്തെ ഫുഡുമായിട്ട് പോകുന്ന സമയത്ത് ഇവരുടെ ലാപ്ടോപ്പിൽ ഒരു ഫോട്ടോ കണ്ടായിരുന്നു. അപ്പൊ അതുപോലെയുള്ള ചിത്രങ്ങളാണ് അവരുടെ വരുമാന മാർഗം എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അവള് തന്നെ ഈ ഒരു കൊലപാതകം എല്ലാം ചെയ്തു കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് അതിന്റെ ആ ഒരു
ഒരു ഫോട്ടോ എടുത്ത് ഇത് ആദ്യം തന്നെ വിറ്റ് നല്ല കാശ് മേടിക്കാൻ ചിലപ്പോൾ ഇവള് തന്നെ ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുമെന്ന് പറയണം. ശരിക്കും സൂസി പറഞ്ഞ കാര്യം അത് ശരിവെക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അവൾ എന്തായാലും സംശയിക്കും. അതായത് ഫോട്ടോഗ്രാഫർ സാറ അവള് തന്നെ ആയിരിക്കും കില്ലർ. ഇത് കണ്ട സമയത്ത് ആ പ്രായമായിട്ടുള്ള സ്ത്രീ ഉണ്ടല്ലോ, അവര് കിടന്ന് ചിരിക്കാൻ തുടങ്ങുകയാണ്. ഒരു വല്ലാത്ത ചിരി. കാരണം ചെറിയൊരു ദേഷ്യം സാറയോട് ആ ഒരു സ്ത്രീക്കുണ്ട്. കാരണം ബാത്റൂമിൽ വെച്ച് നേരത്തെ സാറ പറഞ്ഞ കാര്യമില്ലേ, മര്യാദക്ക് നിങ്ങൾ ആരാണെന്നുള്ള പറഞ്ഞോ അല്ലെങ്കിൽ ഞാനായിട്ട് പറയുന്നു പറഞ്ഞില്ലേ, അത് ആ ഒരു മുത്തശ്ശിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. പെട്ടെന്ന് തന്നെ സാറ പിന്നീട് ഒന്നും മറച്ചു വെച്ചില്ല. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചേ, ഈ തള്ള ഒരു സാധാരണ തള്ളയാണെന്നോ, കൊലക്കേസിലെ പ്രതിയാണ് ഇവര്. ഇത് കേട്ടപ്പോ എല്ലാവരും ഞെട്ടിത്തിരിച്ചു പോകുന്നുണ്ട്. ഈ തള്ളയോ, കൊലക്കേസിലെ പ്രതിയോ? ഈ സമയത്ത് അവര് പറയണ എന്റെ പൊന്നു സാറേ അതൊരു ചെറിയ കേസാണ്, പെടുത്തിയതാണ് തന്നെ. ആ കേസിനെ കുറിച്ചൊന്ന് പറഞ്ഞേന്ന് ഇപ്പോ വിക്ടർ പറയാണ്. ഇതേ നേരം തന്നെ ഈ തള്ള പറയുന്നുണ്ട്, അത് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ബോയ് ഫ്രണ്ടോ? ഈ പ്രായത്തിലോ? സാറേ അതിനൊക്കെ ഒരു പ്രായമുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞാനും അയാളും തമ്മിൽ നല്ലൊരു റിലേഷനിലായിരുന്നു. അയാൾക്കാണെങ്കിൽ അത്യാവശ്യം നല്ല സമ്പത്ത് ഉണ്ടായിരുന്നു. ഒരു ദിവസം അയാൾ കാർ ഓടിച്ചു പോയപ്പോ ബ്രേക്കിന് എന്തോ പ്രശ്നം വന്നു. വണ്ടി നിന്നില്ല. എവിടെയോ കുത്തി അയാൾ മരിച്ചുപോയി. പിന്നെ എല്ലാരും കൂടെ എന്റെ തലയിലേക്ക് വന്നു. കാശിന് വേണ്ടി ഞാൻ സ്വന്തം കിട്ടിയവനെ തന്നെ, ബോയ് ഫ്രണ്ടിനെ തന്നെ കൊന്നു കളഞ്ഞു പറഞ്ഞിട്ട് ആ കൊലപാതകം എന്റെ തലയിലിട്ടു. ഞാൻ എന്ത് ചെയ്യാനാ സാറേ? പിന്നെ എന്ത് വന്നാലും അത് നേരിട്ടല്ലേ പറ്റുള്ളൂ. ഞാൻ ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു. അയാളുടെ സ്വത്ത് കുറച്ചൊക്കെ ഞാനും എടുത്തു. പിന്നീട് മറ്റൊരാളെ ഞാൻ വിവാഹം കഴിച്ചു. എന്നാൽ എന്റെ ആദ്യത്തെ ഹസ്ബൻഡിനേക്കാളും സമ്പത്തുള്ള ആളായിരുന്നു രണ്ടാമത്തെ ആൾ. എന്നാൽ അയാളെ കെട്ടാൻ നിൽക്കുമ്പോൾ തന്നെ എനിക്കൊരു കാര്യം അറിയാമായിരുന്നു, അയാൾ ഒരു ഹാർട്ട് പേഷ്യന്റാണ്. എന്നിട്ടും ഞാൻ എന്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്ത് അയാളുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചു. അല്പം നാൾ കഴിഞ്ഞപ്പോ ഒരു ഹൃദയരോഗിയായ അയാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? സാറ് തന്നെ പറ. ഞാൻ ഇങ്ങനെയുള്ള കൊലപാതകങ്ങളൊക്കെ ചെയ്യോ? ഇങ്ങനെയുള്ള ഞാൻ പോയിട്ട് ആ 9 പിള്ളേരെ തല്ലി കൊല്ലുവോ? സാറ് തന്നെ പറയാന്ന് പറഞ്ഞിട്ട് വിക്ടറിനെ നോക്കുകയാണ്. ഈ സമയത്ത് വിക്ടർ പറയാണ്, ഏയ് നിങ്ങൾക്ക് അങ്ങനത്തെ കൊലപാതകമൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളൊരു രാക്ഷസിയാണ്, ഒരു കൊള്ളക്കാരിയായിട്ടുള്ള രാക്ഷസി. ആ 2 പേരെയും നീ കിട്ടിയത് പണം തട്ടാനല്ലേ? കൂടുതലായിട്ട് നീ ഒന്നും പറയണ്ട, വായും പൂട്ടി നീ അവിടെ ഇരിക്കുന്നു പറയണം. ഇതേ നേരം തന്നെ ആ ഒരു വെള്ളത്താടി ഉണ്ടല്ലോ, വന്നപ്പോ മുതലേ ചെറിയൊരു അലമ്പാണ്. അപ്പൊ അവൻ ജിമ്മിയുടെ മകളായിട്ടുള്ള ജൂലി, അവളൊരു കുറച്ച് ദിവസം ആ ഒരു മേരി ഗോൾഡ് എന്ന് പറഞ്ഞ ക്യാമ്പയിൻ സൈറ്റിൽ ജോലി ചെയ്തായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആരെങ്കിലും അവളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടാവും. അതിന്റെ പകയില് ജൂലി നിന്റെ അച്ഛനല്ലേ, അതായത് ജിമ്മി അല്ല അവരെ എല്ലാം തല്ലി കൊന്നേന്ന് ചോദിക്കുമ്പോൾ ജൂലിയും അതുപോലെ തന്നെ ജിമ്മി ഇവരാകെ ഞെട്ടിപ്പോണ്. നീ എന്താടാ നാക്കിന് എല്ലില്ലാന്ന് വെച്ച് എന്തും പറയാന്നായോ? പക്ഷെ അത് കേട്ട സമയത്ത് വിക്ടറിന് ചെറിയൊരു സംശയം തോന്നി. അങ്ങനെയാണെങ്കിൽ അവരെയും സംശയിക്കാലോ. അല്ല നിങ്ങൾ എങ്ങോട്ടോ പോവുക എന്ന് പറഞ്ഞില്ലേ, ഏത് വഴിയിലാണ് നിങ്ങൾ വന്നേന്ന് ജിമ്മിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോ ഓരോ റൂട്ട് ഉണ്ടാവുമല്ലോ, അപ്പൊ ആ ഒരു റൂട്ടിന്റെ പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കേട്ടപാട് തന്നെ വിക്ടറിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ലിസ ഒരു കാര്യം വിക്ടറിനോട് പറയുന്നുണ്ട്. സാർ ഇതിനു മുന്നേ 2 കൊലപാതകങ്ങൾ, അതായത് ഗ്രൂപ്പായിട്ട് 13 പേരെയും 9 പേരെയും കൊന്നു എന്ന് പറയുന്നില്ലേ, അത് ഈ റൂട്ടിലാണെന്ന് പറയണം. അതുകൊണ്ട് തന്നെ ജിമ്മിയെ നന്നായിട്ട് സംശയിക്കാം. അയാൾ വന്ന റൂട്ടിൽ തന്നെയാണ് ഈ കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ പേരിൽ ഈ വെള്ളത്താടി ജിമ്മിയായിട്ട് പറയുന്ന സമയത്ത് ജിമ്മിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അത് ചോദിക്കാനായിട്ട് ജിമ്മി വരുന്നുണ്ട്. 2 പേരും അടിയാകുമെന്ന് തോന്നിയപ്പോൾ വിക്ടർ അതിനെ തടുകയാണ്. എന്നാൽ ഒരു കാരണവുമില്ലാതെ വിക്ടറിനെ ഈ വെള്ളത്താടി ഉണ്ടല്ലോ ഒരൊറ്റ അടിയാണ്, നിലത്തിട്ട് ചവിട്ടി കൂട്ടുന്നുണ്ട്. ആ കറുത്തതാടി ആൾ അത്യാവശ്യം ഭീകരനാണ് കേട്ടോ. അവന്റെ കയ്യിൽ നിന്ന് അടി കിട്ടി പാവം നമ്മുടെ വിക്ടർ താഴേക്ക് വീഴാണ്. അതുപോലെ തന്നെ ലിസയും മറ്റേ ആ ഒരു വെള്ളത്താടി ആക്രമിക്കുന്നുണ്ട്. തിരിച്ചൊന്നും ചെയ്യാൻ ഇവരെ കൊണ്ട് കഴിയുന്നില്ല കേട്ടോ. 2 പേരും അത്യാവശ്യം നല്ല ആരോഗ്യമുള്ളവന്മാരാണ്. എന്നാൽ ഇവര് പോലീസുകാരല്ലേ, ഇവരുടെ കയ്യിൽ ഗണ്ണുണ്ടായിരുന്നു. ആ ഗണ്ണ് പെട്ടെന്ന് എടുത്തിട്ട് 2 എണ്ണത്തിനോട് ആട്ടങ്ങി ഇരിക്കാൻ പറയാണ്. പിന്നീട് 2 എണ്ണത്തിനെ അവിടെ കെട്ടി വെക്കുന്നുണ്ട്. നല്ല ദേഷ്യമുള്ളത് കൊണ്ട് തന്നെ വെള്ളത്താടിയുടെ വയറ്റിന് നോക്കി ഒരേറ്റ കുത്തു കൊടുക്കുകയാണ്. ആ കുത്തില് അവന് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. അവൻ ഛർദ്ദിക്കുകയാണ്. ഛർദ്ദിച്ച സമയത്ത് വയറ്റിന്റെ ഉള്ളിൽ നിന്ന് ചെറിയ ചെറിയ ക്യാപ്സ്യൂളുകൾ വരികയാണ് കേട്ടോ. അപ്പൊ ഒരു സംശയം തോന്നിയിട്ട് നമ്മുടെ വിക്ടർ എന്താക്കി, കറുത്തതാടി ഉണ്ടല്ലോ അവനിട്ട് 2 കുത്തു കൊടുക്കുകയാണ്. അവനും ഛർദ്ദിക്കുകയാണ്. നോക്കുമ്പോൾ അവന്റെ വയറ്റിൽ നിന്നും ഇതുപോലെ ചെറിയ ചെറിയ ക്യാപ്സ്യൂളുകൾ വരുന്നുണ്ട്. നോക്കുമ്പോ എന്താ, അതിനുള്ളിൽ ഡ്രഗ്സ് ആയിരുന്നു. അത് പോലീസുകാർ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷനോട് 2 പേരും സഹകരിക്കാതിരുന്നത്. തുടക്കം മുതലേ അലമ്പുണ്ടാക്കിയത്. എന്തായാലും 2 എണ്ണത്തിനെയും കെട്ടിവെച്ച് ആ മൂലയ്ക്ക് ഇരുത്തുകയാണ്. ഇതിനുശേഷം ഈ വിക്ടറിന് ഒരു കോള് വരുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. ആരെയോ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ വേണ്ടി വിക്ടർ പറഞ്ഞായിരുന്നു. അപ്പൊ ആ ഒരു ഡീറ്റെയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ തന്നെ വിക്ടർ മറുപടി കൊടുക്കാണ്. മുകളിലേക്ക് വിളിച്ചു പറഞ്ഞേക്ക് ബോൺ ഫേസ് അവനെ കിട്ടിക്കഴിഞ്ഞു, എന്റെ കസ്റ്റഡിയിൽ അവനുണ്ട്. ഇതും പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. ഈ അല്പനേരം കൊണ്ട് ഇവിടെ എന്താ സംഭവിച്ചത്? വിക്ടർ എങ്ങനെയാണ് ആ ഒരു കൊലപാതകയെ കണ്ടുപിടിച്ചത്? അവിടെയുള്ള ഓരോ ആൾക്കാരുടെ അടുത്തേക്കും വിക്ടർ ഗണ്ണുമായിട്ട് പോകുന്നുണ്ട്. ഓരോ ആൾക്കാരുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അവസാനം ഈ ഷോപ്പിന്റെ ഓണർ ഉണ്ടല്ലോ അയാളുടെ നേരെ ഗണ്ണ് നേടിയിട്ട് നീയല്ലടാ ബോൺ ഫേസ് എന്ന് ചോദിക്കുകയാണ്. ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് ബോൺ ഫേസിനെ ഇയാൾ കണ്ടുപിടിച്ചതെന്ന് എല്ലാവരും കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയത്ത് ലിസ അവൾ ആ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ, അതായത് ഇവിടെയുള്ള ഓരോ ആൾക്കാരെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചായിരുന്നു. ആ സമയത്ത് ഈ ഷോപ്പിന്റെ ഓണർ ഉണ്ടല്ലോ ഇവന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞു. അപ്പൊ തന്നെ ഡിവോഴ്സും ആയിട്ടുണ്ട്. ആ ബന്ധത്തിൽ ഇയാൾക്കൊരു മകളുണ്ടായിരുന്നു. ആ മകള് ജോലി ചെയ്തിരുന്നത് മേരി ഗോൾഡ് എന്ന ഒരു ക്യാമ്പിംഗ് സൈറ്റിലായിരുന്നു. ഈ ഓണർ ഒരു ഘട്ടത്തില് ജൂലിയോട് ചോദിച്ചായിരുന്നല്ലോ എന്റെ മകള് അവിടെ ജോലി ചെയ്തിട്ടുണ്ട് അറിയുമെന്ന്. അന്ന ഡോയൽ എന്ന ആ ഒരു പേര് പറഞ്ഞപ്പോൾ ജൂലിക്ക് മനസ്സിലായില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇയാളുടെ ഭാര്യ ഡിവോഴ്സ് ആയി പോയ സമയത്ത് ഇയാളുടെ മകളുണ്ടല്ലോ അന്ന ഡോയൽ എന്ന പേര് മാറ്റിയിട്ട് മറ്റൊരു പേരായിരുന്നു. ആ പേരിലാണ് അവിടെ ജോലി ചെയ്തത്. അതുകൊണ്ട്
അതുകൊണ്ടാണ് മകളുടെ പേര് പറഞ്ഞിട്ട് ഈ ഓണർ നമ്മുടെ ജൂലിയോട് ചോദിച്ചപ്പോൾ ജൂലിക്ക് മനസ്സിലാവാതിരുന്നത്. ശരിക്കും അയാളുടെ മകൾ അവിടെ തന്നെയായിരുന്നു. ആ പെൺകുട്ടി മറ്റാരുമല്ല, ഈ പട്ടാളക്കാരൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് ചെയ്ത ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ അവള് തന്നെയാണ്. ശരിക്കും സ്വന്തം മോളോട് ഈ ഓണർ ചോദിച്ച സമയത്ത് അവള് പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഈ പട്ടാളക്കാരനാണ് അവളെ കയറി പിടിക്കാൻ വന്നതെന്ന്. സ്വന്തം മകള് പറയുന്നതല്ലേ അച്ഛൻ വിശ്വസിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവനോട് വല്ലാത്തൊരു പകയാണ് ഈ ഷോപ്പിന്റെ ഓണർക്ക്. എന്നാൽ ഒറ്റയടിക്ക് അവനിട്ട് ഒരു പണി കൊടുത്താൽ ചിലപ്പോ ജയിലിലായി പോകും. അതിന് പകരം ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു പണി കൊടുക്കാം. ഈ കാര്യങ്ങളൊന്നും ഷോപ്പിന്റെ ഓണർ അല്ലാട്ടോ പറയുന്നത്. അതായത് വിക്ടറും അതുപോലെ തന്നെ ലിസയും മനസ്സിലാക്കിയ കാര്യം വെച്ച് അവരാണ് പറയുന്നത്. ഇതുകൊണ്ടായിരിക്കാം ഈ ഓണർ ഒരു ബോൺ ഫേസ് ആയിട്ട് മാറിയതും ഇതുപോലെ സീരിയൽ കില്ലിംഗ് നടത്തിയിട്ട് അത് ഇവന്റെ തലയിൽ ഇട്ടുകൊടുക്കാന്ന് പ്ലാൻ ചെയ്തതും. അങ്ങനെ ഒന്ന് ചെയ്താൽ എങ്ങനെ ഈ പട്ടാളക്കാരന്റെ തലയിലേക്ക് വരും? അതിനുത്തരം കുറച്ചു നേരം മുന്നേ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് അവിടുന്ന് ഇൻസൾട്ട് ചെയ്ത് ഇറക്കി വിട്ട ആളാണ് ഈ പട്ടാളക്കാരൻ. അതുകൊണ്ട് തന്നെ ഒരു അന്വേഷണം വരുന്ന സമയത്ത് ആദ്യം അന്വേഷണം പോവുക ഇയാളുടെ അടുത്തേക്കായിരിക്കും. അങ്ങനെ ഇയാളെ പെടുത്താം എന്നൊക്കെയാണ് ഈ ഓണർ പ്ലാൻ ചെയ്തിരുന്നത്. അതുപോലെ ആ വയസ്സായിട്ടുള്ള ലേഡി ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് ആ നേരം കടയിൽ സൂസി മാത്രമേ ഉണ്ടായിരുന്നു എന്ന് പറയുന്നില്ലേ, ആ ഗ്യാപ്പിൽ ഈ ഓണർ പുറത്തേക്ക് പോയിട്ട് ആ പിള്ളേരെയും കൊന്ന് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ എങ്ങനെയാണ് ഈ ഒരു കാര്യം നേരത്തെ വിക്ടറിന് മനസ്സിലായത് എന്ന് ചോദിച്ചപ്പോൾ വിക്ടർ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് കടയിലേക്ക് വന്ന സമയത്ത് തന്നെ ഈ ഓണർ ആകെ വേർത്ത് കുളിച്ച് നിൽക്കുകയായിരുന്നു. അതൊരു കാരണമായിട്ട് കണ്ടുകൂടെ? എന്നാൽ ഈ ഓണർ പറയുന്നത് ഞാൻ കിച്ചണിലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ വേർത്തത്. പിന്നെ ഒന്ന് അടുക്കളയിലേക്ക് പോയി എന്ന് കരുതി ഇത്രക്ക് അങ്ങോട്ട് വയർക്കോ? അത് മാത്രമല്ല, നിങ്ങൾ ഈ കൈയെല്ലാം തുടച്ച് താഴെ കിടന്ന ആ ഒരു തുണി ഉണ്ടല്ലോ, അങ്ങനെ ഒരു തുണി എനിക്ക് കിട്ടി, അതിൽ രക്തമുണ്ടായിരുന്നു. അതിനർത്ഥം കൊലപാതകം കഴിഞ്ഞ് വന്ന് ആ തുണിയിൽ നീ കൈ തുടച്ചു എന്നല്ലേ അതിനർത്ഥം. പക്ഷെ അത് ഇവിടെ അർത്ഥ കോഴീന്റെയോ അങ്ങനെ എന്തെങ്കിലും ചോരയായിരിക്കും എന്ന് ഈ ഓണർ പറയാൻ നിൽക്കുമ്പോൾ വേണ്ട കൂടുതലായിട്ട് നുണ പറയാൻ നിൽക്കണ്ട, ലാബിലേക്ക് ടെസ്റ്റിന് അയച്ചാൽ മതി, റിപ്പോർട്ട് അപ്പൊ കിട്ടിക്കോളും. എന്നാൽ ഈ സമയത്ത് ഓണർക്ക് ഭയങ്കരമായിട്ടുള്ള പക ആ ഒരു പട്ടാളക്കാരനോട് വരികയാണ്. കുറെ ദിവസമായിട്ട് അയാളോടുള്ള ആ ഒരു ദേഷ്യം ഉള്ളിൽ ഒതുക്കി നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അതങ്ങോട്ട് പൊട്ടുകയാണ്. ഒരു കത്തിയെടുത്ത് ഈ പട്ടാളക്കാരനെ കുത്താൻ വേണ്ടി ഓണർ അങ്ങോട്ടേക്ക് ഓടി പോകുന്ന സമയത്ത് പട്ടാളക്കാരൻ ഇയാളുടെ കോട്ടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഗണ്ണെടുക്കുകയാണ്. ഗണ്ണെടുത്ത് നേരെ ഈ ഓണറെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ബാക്കിയുള്ളവർക്ക് നേരെയും ഈ പട്ടാളക്കാരൻ ഗണ്ണ് ചൂണ്ടിയപ്പോൾ വിക്ടർക്ക് മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ച് ഈ പട്ടാളക്കാരനെ വിക്ടർ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അങ്ങനെ ടോട്ടലി ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഓണറും അതുപോലെ തന്നെ പട്ടാളക്കാരനും മരിച്ചിട്ടുണ്ട്. മാത്രമല്ല അധികം വൈകാതെ തന്നെ പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തുകയാണ്. സംഭവം നടന്ന സ്ഥലത്തുള്ള എല്ലാ തെളിവുകളും പോലീസുകാർ വന്നിട്ട് ശേഖരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴും കുറെ കൺഫ്യൂഷൻസ് ഉണ്ട് അല്ലേ? യെസ്, യഥാർത്ഥ ട്വിസ്റ്റിലേക്ക് ഇപ്പോഴും നമ്മൾ വന്നിട്ടില്ല. ഇപ്പൊ പ്രധാനമായിട്ടുള്ള കുറച്ച് പോലീസുകാർ വന്നെന്ന് പറയുന്നില്ലേ, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ എന്തായാലും പോവാണ്, നിങ്ങൾ എന്തായാലും ഇവിടെ തന്നെ നിൽക്കുന്നു പറഞ്ഞിട്ട് വിക്ടറിനെയും ലിസയും അവിടെ നിർത്തിയിട്ട് അവര് പോവാണ് കേട്ടോ. ഇപ്പൊ വിക്ടർ കാറിലിരിക്കുകയാണ്. പിന്നീട് ഷോപ്പിലെ വെയിറ്റർ ആയിട്ടുള്ള സൂസി അവളോട് ലിസ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും സൂസി ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം 41 പേരെ കൊന്ന ഒരാളാണ്, അയാളുടെ കൂടെയാണല്ലോ ഇത്രയും ദിവസം ജോലി ചെയ്തത്. അവൾക്ക് എന്തോ പോലെ ആവുകയാണ്, ഓക്കാനൊക്കെ വരുന്നുണ്ട്, അതുപോലെ തന്നെ തലയും കറങ്ങുകയാണ്. മാഡം ഞാൻ ഒന്ന് ടോയ്ലറ്റ് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവള് നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ഓക്കെ പോയിട്ട് വാന്ന് പറയണം. ചെറിയ പെണ്ണല്ലേ, ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് എന്തായാലും ഒരു വിഷമൊക്കെ മനസ്സിനുണ്ടാവും. എന്നാൽ പോയിട്ട് സൂസി കുറെ നേരമായി ഇതുവരെയായിട്ടും അവള് തിരിച്ചു വന്നില്ല. അവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് നേരെ ടോയ്ലറ്റിലേക്ക് പോയി നോക്കുമ്പോൾ ടോയ്ലറ്റിലും സൂസിയെ കാണാനില്ല. കിച്ചണിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെയില്ല, എവിടെയില്ല. എന്നാൽ കിച്ചണിൽ പോയ സമയത്ത് യാദൃശികമായിട്ട് ലിസ ഒരു കാര്യം കാണുകയാണ്. ആദ്യം തന്നെ മരിച്ചുപോയ കണ്ണാടിക്കാരനായിട്ടുള്ള ബോണി ഉണ്ടല്ലോ, ആ ബോണിയുടെ അലർജി വന്നാൽ വലിക്കുന്ന ആ ഒരു മെഷീന് അവിടെ ഉണ്ടായിരുന്ന കേക്കിനുള്ളിൽ തിരികെ വെച്ചിരിക്കുന്നു. ആകെ ഞെട്ടിത്തരിച്ച് ലിസ അങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ പുറത്ത് കാറിലിരിക്കുന്നുണ്ടായിരുന്ന വിക്ടറിന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഓടി ചെന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? വിക്ടറിന്റെ കഴുത്തിന് ആരോ കത്തി വെച്ച് വരഞ്ഞിരിക്കുകയാണ്, രക്തം പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പം വൈകാതെ വിക്ടർ മരിക്കും കേട്ടോ. അതുപോലെ തന്നെ എന്തിനാണ് വിക്ടറിന്റെ കഴുത്തിൽ അങ്ങനെ ആരോ ഒരാൾ വന്ന് വരച്ചത് എന്ന് അപ്പൊ തന്നെ നമ്മുടെ ലിസയ്ക്ക് മനസ്സിലായി. കാരണം കാറിന്റെ ബേക്കിൽ ഉണ്ടായിരുന്ന ബോൺ ഫേസ് കില്ലർ ഉണ്ടല്ലോ, അയാളുടെ ആ ഒരു മുഖം മൂടി കാണാതായിട്ടുണ്ട്. അതെടുക്കാൻ വേണ്ടി ആ കില്ലർ വന്നിരിക്കുകയാണ്. അതായത് യഥാർത്ഥ കില്ലറെ ഇവരിപ്പോഴും കണ്ടെത്തിയിട്ടില്ല. പെട്ടെന്ന് തന്നെ ഗണ്ണുമായിട്ട് ആ ഒരു കാട്ടിനുള്ളിലേക്ക് ലിസ പോകുന്നുണ്ട്. മാത്രമല്ല ഉറക്കൻ അലറി വിളിക്കുകയാണ്, എനിക്കറിയാം നീ ആരാണെന്ന്, മര്യാദക്ക് ഇറങ്ങി വന്നോ. അങ്ങനെ ഒരുപാട് തവണ വിളിച്ച സമയത്ത് യഥാർത്ഥത്തിലുള്ള ബോൺ ഫേസ് സൈക്കോ കില്ലർ അവൻ ഇങ്ങോട്ടേക്ക് വരികയാണ്. നമ്മുടെ ലിസയുടെ മുന്നിലേക്ക് തന്നെ വരികയാണ്. ഇപ്പോഴും അവൻ മുഖം മൂടി ധരിച്ചിട്ടുണ്ട്. ഇതേ നേരം തന്നെ ലിസ പറയാണ്, ഈ 41 പേരെ നീ കൊല്ലണമെങ്കിൽ അത് വെറുതെ ആയിരിക്കില്ല, വ്യക്തമായ കാരണം നിനക്കുണ്ട്, പറ നീ എന്തിനാ അത് ചെയ്തത്. ഇപ്പൊ ബോൺ ഫേസർ ആ മുഖം മൂടി മാറ്റുകയാണ്. ആ സമയത്താണ് യഥാർത്ഥ സീരിയൽ കില്ലറെ കാണുന്നത് കേട്ടോ. അത് മറ്റാരുമല്ല, സൂസി ആയിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഒരിക്കലും അവളായിരിക്കും എന്ന് വിചാരിച്ചില്ല. പിന്നീട് അവള് തന്നെ ആ ഒരു കാരണങ്ങൾ പറയാണ് എന്തിനാണ് അവൾ ഇത് ചെയ്തതെന്ന്. മേരി ഗോൾഡ് എന്ന ആ ഒരു ക്യാമ്പിൽ ആദ്യത്തെ കൊലപാതകം നടന്നില്ലേ, 13 പിള്ളേരെ, ആ നേരം അവിടെ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു, അതും വോളണ്ടിയർ ആയിട്ട് ഈ സൂസി. അവളുടെ കൂടെ തന്നെ അവളുടെ ബ്രദറും ഉണ്ടായിരുന്നു. ബ്രദറിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, മാനസികമായിട്ട് അത്ര വളർച്ചയൊന്നുമില്ല, കുട്ടികളെ പോലെയാണ്. അതുകൊണ്ട് തന്നെ സൂസി അവളുടെ അനിയനെ എപ്പോഴും അവളുടെ കൂടെ തന്നെ കൊണ്ടുപോയിട്ടോ ജോലി സ്ഥലത്തേക്കൊക്കെ. അങ്ങനെ അന്ന് അവിടെ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ 13 പിള്ളേര്, ഈ കുട്ടിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ നല്ല രീതിയിൽ നോക്കണ്ടേ. എന്നാൽ അന്ന് വന്ന 13 പിള്ളേര് അവരെ ചെയ്ത പരിപാടി എന്താ വെച്ചാൽ ആ കുട്ടിയെ വല്ലാണ്ടിട്ട് ഉപദ്രവിച്ചു. വളർച്ചയുണ്ടെങ്കിലും ബുദ്ധിയില്ലാത്ത ആ ഒരു പയ്യനെ വല്ലാണ്ട് തന്നെ കഷ്ടപ്പെടുത്തി കേട്ടോ, കളിയാക്കി, വസ്ത്രം ഊരി കളഞ്ഞു, അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ എട്ടുകാലിയെ കൊണ്ടുകിട്ടു.
അവൻ കെടുക്കാൻ ഉപയോഗിക്കുന്ന ബെഡിൽ പോയിട്ട് മൂത്രം ഒഴിച്ചു വെച്ചു. എത്രയൊക്കെ ദ്രോഹം ആ ഒരു ബുദ്ധിയില്ലാത്ത കുട്ടിയോട് ചെയ്യാൻ പറ്റൂ അതൊക്കെ ഇവന്മാര് ചെയ്തു. അതെല്ലാം ഞാൻ സഹിച്ചു സാറേ. പക്ഷെ അവസാനം അവർ എന്റെ അനിയൻ എന്താ ചെയ്തേന്നറിയോ? ഒരു തരി പോലും വസ്ത്രമില്ലാതെ കാട്ടിലേക്ക് കൊണ്ടുപോയി അടിച്ചടിച്ച് അവൻ അവശനാക്കി ഒരു മരത്തിൽ കെട്ടിത്തൂക്കി കൊന്നു. എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? വെറുതെ ഒരു രസത്തിന് വേണ്ടി അവർ ചെയ്തു. ഞാൻ ഈ കാര്യം ക്യാബിൻ സൈറ്റിലെ ഓണറോട് പറഞ്ഞപ്പോ അവരതൊന്നും മൈൻഡ് ആക്കിയില്ല. അതൊരു അപകടമായിട്ട് ചിത്രീകരിച്ച് കേസെല്ലാം ക്ലോസ് ചെയ്തു. എന്റെ അനിയനോട് ഇത്രയും ക്രൂരത ചെയ്ത ആ 13 പേരോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയും മേഡം? ക്ഷമിക്കാൻ പറ്റില്ല മേഡം. ഞാൻ പകരം വീട്ടി ഞാനൊരു ക്യാരക്ടറിനെ ഉണ്ടാക്കി, ബോൺ ഫേസ് സൈക്കോ കില്ലർ. അന്ന് രാത്രി തന്നെ ഞാനൊരു കോടാലി എടുത്തു അങ്ങോട്ടേക്ക് ചെന്നു. 13 എണ്ണത്തിനെയും ഞാൻ വെട്ടി കൊന്നു കളഞ്ഞു. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് സാറേ എന്റെ ഉള്ളിലെ പകയും ദേഷ്യവും ഒന്നും പോകുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു ക്യാമ്പിൽ ഒരു 19 പിള്ളേര് വന്നു. അവരുടെ ദേഹത്ത് ഞാൻ എന്റെ ദേഷ്യം തീർത്തു. എല്ലാത്തിനെയും വെട്ടി ഞാൻ കൊന്നു കളഞ്ഞു. പിന്നീട് കുറെ കാലത്തേക്ക് ഒന്നും വേണ്ടാന്ന് വെച്ച് ഞാൻ ഒതുങ്ങി നിന്നു. പക്ഷെ ഞാൻ ജോലി ചെയ്യുന്ന ഈ ഹോട്ടലിലേക്ക് എന്നും വന്നു പോകുന്നത് ആ വഴിയിലൂടെയാണ്. അങ്ങനെ എന്നും അവരെ കാണുന്ന സമയത്ത് എന്റെ ഉള്ളിലെ പകയും ദേഷ്യം കൂടി വന്നു. അങ്ങനെ ഇന്ന് രാത്രി വീണ്ടും അങ്ങോട്ടേക്ക് വരുന്നവരെ കൊല്ലാന്ന് ഞാൻ തീരുമാനിച്ചു. ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ഇവിടുന്ന് പോയി. അവിടെ ഉണ്ടായിരുന്ന 9 എണ്ണത്തിനെയും ഞാൻ വെട്ടിക്കൊന്നു ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു. അതുപോലെ ഷോപ്പിന്റെ ഓണർ പറഞ്ഞത് ശരിയായിരുന്നു. അയാൾ വേർത്തത് അടുക്കളയിൽ ജോലി ചെയ്തതുകൊണ്ടാണ്, അല്ലാതെ കൊലപാതകം ചെയ്തു വന്നതുകൊണ്ടല്ല. മാത്രമല്ല അയാളുടെ അടുത്തുണ്ടായിരുന്ന ഡസ്റ്റ്ബിന്നിൽ ചോരക്കറയുള്ള ആ ഒരു തൂവാല അതിട്ടത് ഞാനാണ്. മാത്രമല്ല കാട്ടിലൂടെ ഞാൻ വന്നു പോയതുകൊണ്ട് തന്നെ തലയിൽ ഒരു കഷ്ണം കരിയിലുണ്ടായിരുന്നു. അത് അവൻ കണ്ടായിരുന്നു, ബോണി. അതുകൊണ്ട് തന്നെ അവൻ എന്നെ മനസ്സിലാക്കി. കില്ലർ ഞാനാണെന്ന് അവൻ സാറിനോട് തുറന്നു പറയുന്നതിന് മുന്നേ തന്നെ അവനെ കൊല്ലാനുള്ള കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തു. അവൻ വലിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു മെഷീൻ അത് മാറ്റിയത് ഞാൻ തന്നെയാണ്. അതുപോലെ അവന്റെ ഗ്ലാസ്സിൽ ആ ഒരു അലർജി ഉണ്ടാവുന്ന സ്ട്രോബെറി ക്രീം ഇട്ടതും ഞാൻ തന്നെയാണ്. കാരണം അവൻ ജീവിച്ചിരുന്നാൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്നെ കണ്ടുപിടിക്കുന്ന എനിക്കറിയായിരുന്നു. അതുപോലെ തന്നെ ആ പട്ടാളക്കാരൻ അയാളുടെ കോട്ടിൽ ആ ഗണ്ണ് മറച്ചു വെച്ചത് ഞാൻ കണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ സിറ്റുവേഷൻ വഷളാകാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആ കാര്യം ആരോടും പറയാതിരുന്നത്. അതുപോലെ തന്നെ ഓണർ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഈ പട്ടാളക്കാരനോട് അടങ്ങാത്ത പകയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് അവിടെ വെച്ച് കുറച്ചു നേരം മുന്നേ ഒരു അലമ്പുണ്ടായത്. അവസാനം ഇയാൾ ഗണ്ണെടുത്ത് ഈ ഓണർ ഷൂട്ട് ചെയ്ത് കൊന്നു. അതുപോലെ തന്നെ വിക്ടർ ആണെങ്കിൽ ഈ പട്ടാളക്കാരനെ ഷൂട്ട് ചെയ്ത് കൊന്നു. എന്തായാലും എല്ലാ രഹസ്യങ്ങളും ഇപ്പോ ലിസയോട് യഥാർത്ഥ ബോൺ കില്ലർ പറഞ്ഞില്ലേ, അതായത് സൂസി തന്നെ. ഇനിയിപ്പോ ലിസയെ ജീവനോട് വിട്ടാൽ അവൾക്ക് രക്ഷയില്ലല്ലോ. അതുകൊണ്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന കോടാലി വെച്ച് ലിസയെ വെട്ടാൻ നോക്കുകയാണ്. പെട്ടെന്ന് ഒഴിഞ്ഞു മാറി. മാത്രമല്ല ലിസയുടെ കയ്യിൽ ഗണ്ണുണ്ടല്ലോ, അത് വെച്ച് ടപ്പേ സൂസിയെ 4-5 തവണ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അതായത് ആദ്യം ചെയ്ത 13 കൊലപാതകം നമുക്ക് വേണമെങ്കിൽ അതിലൊരു ന്യായം ഉണ്ട് നോക്കാം. പക്ഷെ അതിനുശേഷം സത്യം പറഞ്ഞാൽ ഒരു സീരിയൽ കില്ലർ ആയിട്ട് അവൾ മാറുമായിരുന്നു, ദേഷ്യവും പകയും എല്ലാം കാരണം. അതുകൊണ്ട് ബാക്കിയുള്ള കൊലപാതകത്തിൽ അവളുടെ ഭാഗത്ത് ഒരു ന്യായവും കാണാൻ പറ്റില്ല. സോ തീർച്ചയായിട്ടും ശിക്ഷ അർഹിക്കുന്ന ആള് തന്നെയാണ് സൂസി. ശിക്ഷയായിട്ടുള്ള മരണം തന്നെ അവൾക്ക് അവസാനം കിട്ടുകയും ചെയ്തു. മിക്കവാറും പെട്ടെന്ന് തന്നെ ലിസ തിരിച്ചു പോയിട്ട് വിക്ടറിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും. എന്തായാലും ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് ക്യാമ്പിങ്ങിന് വന്ന കുറച്ച് ആൾക്കാർ കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ബോൺ ഫേസ് കില്ലറെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് അവള് മരിച്ചാലും അവളെ കുറിച്ചുള്ള കഥകൾ അത് പിന്നെയും ഇവിടെ തന്നെ ഉണ്ടാവും. അത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. അപ്പൊ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.